ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഓഡിയോ ടെക്കിങ്. നമ്മൾ ഇപ്രാവശ്യം നോക്കാൻ പോകുന്നത് മാക്കിൻ്റെ ഒരു സ്പീക്കറാണ്. തമ്പ് 15A എന്ന് പറഞ്ഞൊരു സ്പീക്കറാണ്. അതിൻ്റെ അൺബോക്സിംഗ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തതുകൊണ്ട് അതൊരു പരിപാടിക്ക് വേണ്ടി മേടിച്ചതാണ് ഞാൻ. അപ്പോൾ അൺബോക്സിങ് ഇപ്രാവശ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ റിവ്യൂ പിന്നെ അതുപോലത്തെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഔട്ട്സൈഡിൽ നിന്ന് റെക്കോർഡ് ചെയ്തതുകൊണ്ട് തന്നെ നിരവധി നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ക്ഷമിക്കുക. പുറത്തുനിന്ന് ചെയ്യുന്നത് നമുക്ക് ഈ പുറത്തുനിന്നുള്ള മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസും കാര്യങ്ങളൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗത്തുനിന്ന് കുട്ടികൾ കരിയുന്ന ശബ്ദമുണ്ട്, മറ്റൊരു ഭാഗത്തുനിന്ന് കല്യാണ വീട്ടിൽ നിന്നുള്ള മ്യൂസിക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് നോയ്സസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതല്ലാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ നോയ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ പുതിയൊരു അറ്റാച്ച്മെൻറ്റാണ് എൻ്റെ ഓഡിയോ എക്യുപ്മെൻറ്റ്സിൽ പുതിയൊരു അറ്റാച്ച്മെൻറ്റാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത്. ഇത് ഞാൻ മെയിനായിട്ട് മേടിച്ചത് കീബോർഡ് ആമ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്കിൻ്റെ വളരെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 10 വർഷത്തോളമായി മാക്കി തം സീരീസ് എന്ന് പറഞ്ഞിട്ട് സീരീസ് ഇറക്കിയിട്ട്. ആ തം സീരീസിൻ്റെ പല വേർഷനുകളും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ്റെ തൊട്ട് മുന്നിൽ ഇറങ്ങിയ ഒരു വേർഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഡ്യുവൽ ആംപ്ലിഫയറാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്യുവൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസിക്കും ഒരു ആമ്പും ഹൈ ഫ്രീക്വൻസിക്ക് വേറെ ആമ്പുമായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മോഡൽ നെയിം തമ്പ് 15A ആണ്. അപ്പോൾ അത് നമ്മൾ മോഡൽ നെയിം കേൾക്കുന്ന പോലെ തന്നെ ഒരു ആക്റ്റീവ് വേർഷനാണ്. 15 ഇഞ്ചസിൻ്റെ ആക്റ്റീവ് വേർഷൻ സ്പീക്കറാണ് തം സീരീസ് സ്വതവേ വരുന്ന ആക്റ്റീവ് വേർഷനിൽ മാത്രമാണ് തം സീരീസ് വരുന്നത്. അപ്പോൾ ഇത് 15 ഇഞ്ചിൻ്റെ ആക്റ്റീവ് വേർഷനാണ്. തം സീരീസ് കാര്യമായിട്ട് മാക്കി ഇറക്കുന്നത് 3 വേർഷൻ ഇറക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഒരു 15 ഇഞ്ചിൻ്റെ 15A ഉണ്ട്, പിന്നെ 12 ഇഞ്ച് സ്പീക്കേഴ്സായിട്ട് വരുന്ന 12A ഉണ്ട്, പിന്നെ 18S തമ്പ് 18S ഉണ്ട്, അതായത് 18 ഇഞ്ചിൻ്റെ സബ് വൂഫർ. ഈ 3 വേർഷനാണ് തം സീരീസിൽ മാക്കി ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 2 ആമ്പാണ് വരുന്നത്. 2 ആമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസിക്ക് വരുന്നത് ക്ലാസ് ടി ആംപ്ലിഫയറാണ്. പിന്നെ അതേപോലെ ഹൈ ഫ്രീക്വൻസിക്ക് വരുന്നത് ക്ലാസ് എ ബി ആംപ്ലിഫയറാണ്. ക്ലാസ് എ ബി ആംപ്ലിഫയറാണ് സ്വതവേ 2-വേ ആക്റ്റീവ് സ്പീക്കേഴ്സിലെ ഹൈസിന് വേണ്ടി എപ്പോഴും കൊടുക്കാറുള്ളത്. അത് കൊടുക്കാറുള്ള കുറച്ചും കൂടി ഒരു നല്ല ഒരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എ ബി ആംപ്ലിഫയർ ഹൈസിന് എല്ലാവരും കൊടുക്കാറുള്ളത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഫ്രീക്വൻസി വരുന്നത് 15 ഇഞ്ച് സ്പീക്കറാണ്. ഫെറൈറ്റ് മാഗ്നറ്റ് സ്പീക്കറാണ് ഇനി വരുന്നത്. പിന്നെ ഹൈസ് വരുന്നത് 1.4 ഇഞ്ചസിൻ്റെ ടൈറ്റാനിയം ഡോൺ ട്വീറ്ററാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഇവർ പറയുന്നത് മാക്കി പറയുന്നത് 1300 വാട്ട്സ് എന്നാണ് പറയുന്നത്. 1300 വാട്ട്സ് ശരിക്കും പറഞ്ഞാൽ പീക്ക് റേറ്റിംഗ് ആണ്. മാക്കി ഒരിക്കലും അവരുടെ സ്പീക്കേഴ്സിന് കറക്റ്റ് RMS വോൾട്ടേജോ അല്ലെങ്കിൽ AES വോൾട്ടേജോ ഒരിക്കലും പറയാറില്ല. അവരെപ്പോഴും പറയാറില്ല പീക്ക് വോൾട്ടേജാണ്. അപ്പോൾ പീക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് എത്ര വാട്ട്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അവരെ ഡിസ്ക്രിപ്ഷനിലും സാധാരണ കൊടുക്കാറില്ല. പക്ഷേ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി 1000 വാട്ട്സും ഹൈ ഫ്രീക്വൻസി 300 വാട്ട്സും എന്നാണ്. പക്ഷേ ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി 1300 എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പീക്ക് വോയിസ് ആണ്. അപ്പം പീക്ക് വോയിസ് ഒരിക്കലും നമുക്ക് RMS വാട്ട്സായിട്ട് കണക്കാൻ പറ്റില്ല. പീക്ക് വോയിസ് എന്ന് പറയണമെങ്കിൽ ഇന്ന് പോയിൻ്റ് ഓഫ് ടൈമിൽ വരുന്ന ഏറ്റവും ടോപ്പ് റേറ്റിംഗ് വോൾട്ടേജാണ്. അത് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ കപ്പിൾ ഓഫ് സെക്കൻഡ്സ് മാത്രം നിൽക്കുന്ന ഒരു വോൾട്ടേജ് ഇതാണ്. ആ വോൾട്ടേജ് സെക്കൻഡ്സ് ഈ പറഞ്ഞ പോലെ കപ്പിൾ ഓഫ് സെക്കൻഡ്സിനെക്കാളും കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ സ്പീക്കർ അടിച്ചു പോകും.
അപ്പോൾ ആ ഒരു കപ്പിൾ ഓഫ് സെക്കൻഡ്സ് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന വാട്ടേജ് കാപ്പബിലിറ്റീസിനാണ് നമ്മൾ പീക്ക് വാട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സെക്കൻഡിൽ മാത്രം നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വാട്ട്സ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. മാക്ക് ഒരിക്കലും അവരുടെ സ്പീക്കേഴ്സിന് ഒരിക്കലും കറക്റ്റ് RMS മറ്റുള്ള സ്പീക്കർ മാനുഫാക്ചറേഴ്സ് പറയുന്നത് പോലെ കറക്റ്റ് RMS വാട്ടേജ് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാറില്ല. അവരെപ്പോഴും പറയാറുള്ള ഈ പീക്ക് വാട്ടേജ് മാത്രമാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പോളി പ്രൊപ്പർലിൻ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്. വെയിറ്റ് ഏതാണ്ട് ഒരു 16 കിലോ ആയിട്ടേ വരുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനും സുഖമൊക്കെയാണ്, വലിയ വെയിറ്റില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു സ്ലോഗനുണ്ട്, ബിൽഡ് ലൈക്ക് എ ടാങ്ക് എന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ അതും ഒരു ബിൽഡ് ലൈക്ക് എ ടാങ്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷേ പോളിപ്രൊപ്പലിൻ ആയതുകൊണ്ട് തന്നെ കൊണ്ടുനടക്കാൻ സുഖമാണ്. 16 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് ഇറ്റ് ഡസൻ ബ്രേക്ക് യുവർ ബാക്ക്. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. എവിടെയും വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും ഏറ്റവും സുഖമുള്ള ഒരു ഡിസൈനാണ് ഈ സ്പീക്കറിന് വേണ്ടിയിട്ട് മാക്കി കൊടുത്തിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന 2 ഇൻപുട്ടും ഒരു മാസ്റ്റർ ഔട്ട്പുട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും, വേറൊരു സ്പീക്കറിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം 2 എണ്ണത്തിൽ XLR കോംബോ ആണ്, കോംബോ ഇൻപുട്ടാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും, 2 ചാനൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ. പിന്നെ അതുകൂടാണ്ട് 4 സ്പീക്കർ മോഡ് കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കർ മോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഈക്വലൈസിങ് സെക്ഷൻ എന്ന് പറയും. ഒന്ന് DJ, ലൈവ്, പിന്നെ സബ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 4 മോഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മോഡും കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ടോണ് വ്യത്യാസം വരും. അതായത് ഇൻബിൽഡ് EQ സെറ്റപ്സാണ് സംഭവം ശരിക്കും. അപ്പോൾ ഓരോ EQ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഈസി ടു യൂസാണ്, നമുക്ക് വലിയ പ്രശ്നം. നമ്മൾ വേറെ അതിന് ഒരു അസൈൻഡ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ബട്ടൺ അമർത്തി കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ EQ സെക്ഷൻ മാറി, അതായത് ടോണ് മാറി വരും. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ടോണിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീക്കറിൻ്റെ മൊത്തത്തിലുള്ള സംഭവം നമുക്ക് ഇനി നോക്കാം. അപ്പം ഇതാണ് തം സീരീസ് സ്പീക്കർ. ഇത് സാധാരണ പോലെ തന്നെ ഒരു മാക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത്. ഇതിപ്പോൾ പുതിയതായതുകൊണ്ട് ഞാൻ സ്റ്റിക്കറൊന്നും മാറ്റാതിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള നല്ലൊരു ഇതുണ്ട്, ഗ്രില്ലുണ്ട്, നല്ലൊരു ഗ്രില്ലാണ്. ഗ്രില്ലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലോത്ത് ഗ്രില്ലും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രില്ലൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴത്തായിട്ട് അവരുടെ മാക്കിൻ്റെ ഒരു എംബ്ലം ഉണ്ട്, പിന്നെ ഒരു ലൈറ്റുണ്ട്, ഒരു ഇൻഡിക്കേഷൻ ലൈറ്റുണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേഷൻ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് മാറ്റൊക്കെ ഓഫാക്കാനോ ഓണാക്കാനോ ഉള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് താഴത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. താഴത്ത് നമ്മളിപ്പോൾ മോണിറ്റർ സെക്ഷനിലേക്ക് വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കട്ടിങ്, 2 കട്ടിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹാൻഡിലുണ്ട്, സൈഡ് ഹാൻഡിൽ കൂടാണ്ട് ബാക്കിലും ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ സൗകര്യമാണ്, മുകളിൽ നിന്ന് പിടിക്കാൻ നല്ല സൗകര്യമാണ്. അപ്പം എല്ലാ രീതിയിലും ഒരു ഹാൻഡിലിങ് സൗകര്യം ഇതിൻ്റെ അകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ മോണിറ്റർ സെക്ഷനൊക്കെ വരുന്നത്, ഇൻപുട്ട് സെക്ഷനൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇൻപുട്ട് സെക്ഷനിൽ ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് സ്പീക്കർ മോഡ് എന്ന് പറയുന്ന സംഭവം. സ്പീക്കർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കാണെങ്കിൽ മ്യൂസിക്, പിന്നെ ലൈവ്,
പരിപാടിയാണെങ്കിൽ ലൈവ്, പിന്നെ മോണിറ്റർ ആണെങ്കിൽ മോണിറ്റർ, പിന്നെ സബ്. സബിലാണ് നമ്മളിപ്പം ഈ മാക്കിൻ്റെ തന്നെ ഈ സീരീസ് സബ് വൂഫർ ഉപയോഗിക്കുകയാണെങ്കിൽ സബ് ഇതിൽ നിന്ന് ഔട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ലോ ഫ്രീക്വൻസി സബിലേക്കും ഹൈ ആൻഡ് മിഡ് ഇതിലേക്കായിട്ട് മാറി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ മൊത്തത്തിൽ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, സബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ LED ലൈറ്റ്, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഗ്രീൻ ഇൻഡിക്കേഷൻ ലൈറ്റ്, അത് വേണമെങ്കിൽ ഓണാക്കുക ഓഫാക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇത് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓഫാകും, അല്ലെങ്കിൽ ഓണായിട്ട് കിടക്കും. പിന്നെ ഒരു ലിമിറ്റിംഗ് സ്വിച്ച് ഉണ്ട്, ലിമിറ്റിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ താഴത്ത് കാണുന്നത് 2 ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെ ഓപ്ഷൻസ്. അത് ചാനൽ 1, ചാനൽ 2. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോംബോ ഇൻപുട്ട്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. കോംബോ ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് XLR-ഉം ജാക്കും 2 ഇൻപുട്ടും 2 കണക്ടേഴ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഏതാണോ ഉള്ളത്, ഏത് കേബിളാണ് നമ്മുടെ അടുത്തുള്ളത്, ആ കേബിൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് പ്രീ ആംബ് എന്ന് പറഞ്ഞൊരു പ്രീ ആംപ്ലിഫയറാണ് ഈ 2 ഇൻപുട്ടിനും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് മിക്സ് ഔട്ട്, അത് ത്രൂ ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. മിക്സിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ത്രൂ ഔട്ട്പുട്ടാണ്. പിന്നെ അതിൻ്റെ താഴത്ത് വരുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് 1300 വാട്ട്സ് തന്നെയാണ് പറയുന്നത്. 1300 വാട്ട്സ് എന്ന് പറയുന്നത് ഇതല്ല, അതായത് RMS റേറ്റിംഗ് അല്ല, അത് പീക്ക് റേറ്റിംഗ് ആണ്. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ താഴത്ത് വരുന്നതാണ് നമ്മുടെ ഈ EQ മോഡാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ഫ്രീക്വൻസികളാണ് ഈ ഓരോ സ്പീക്കർ മോഡിലും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മ്യൂസിക്, ലൈവ്, മോണിറ്റർ, സബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാണ് നമ്മൾ ഏത് മോഡലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ചിൻ്റെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റാൻഡേർഡ് ടൈപ്പ് IEC കണക്ടറും വരുന്നുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ളത്. അപ്പം ഈസി ടു യൂസ് ആണ്, നമുക്ക് വലിയ റോക്കറ്റ് സയൻസ് പോലത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്കും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ സെറ്റപ്സാണ് ഈ ആമ്പിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വേറെ ഒരു സീരീസ് ഇപ്പോൾ വരുന്നുണ്ട്, തമ്പിൻ്റെ 15A തന്നെ വേറെ സീരീസ് വരുന്നുണ്ട്. അതിൽ ഒരു ഡിജിറ്റൽ പ്ലേ ബാക്ക് സെറ്റപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ബ്ലൂടൂത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്പും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് മൊബൈലിൽ വഴി സ്പീക്കേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് 2 സ്പീക്കേഴ്സ് ലിങ്ക് ചെയ്തിട്ട് സ്റ്റീരിയോ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും ആ ഒരു മോഡലിൽ. അപ്പോൾ അതായത് നമുക്ക് 2 സ്പീക്കേഴ്സ് ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മാതിരി കേബിൾ വഴിയല്ല ഞാൻ പറയുന്നത്, വയർലെസ് ആയിട്ട് തന്നെ നമുക്ക് 2 സ്പീക്കേഴ്സ് ലിങ്ക് ചെയ്യാനുള്ള സൗകര്യവും ആ ഒരു മോഡലിന് വരുന്നുണ്ട്. അത് വരുന്നത് ഇതേ പേരിൽ തന്നെയാണ്, തമ്പ് 15 എന്ന് പറഞ്ഞുള്ള പേരിൽ തന്നെയാണ് ആ ഒരു മോഡലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് ഡയറക്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റീരിയോ പ്ലേ ബാക്ക് ഒന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ മ്യൂസിക് എന്നുള്ള ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഗ്ലോ എന്നാണ്. അപ്പം അതൊന്ന് ഒരു പാട്ട് നമുക്ക് ലാപ്ടോപ്പിൽ കൊടുത്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു 50% ഞാൻ ഇപ്പം
ടോപ്പിൽ ഇത് കൊടുത്തിട്ടുള്ളത്, വോളിയം കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ 2 ഇൻപുട്ട് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇപ്പം ചാനൽ 1 മാത്രം ഒന്ന് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മ്യൂസിക് മോഡിൽ കൊടുത്തപ്പം വലിയൊരു മോശമില്ലാത്ത ഒരു ടോണാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലൈവ് മോഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഓരോ മോഡിലേക്ക് മാറ്റുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ സ്വിച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സ്വിച്ച് അമർത്തുമ്പോൾ ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഏത് മോഡാണോ വേണ്ടത്, ഏത് EQ സെക്ഷനാണ് വേണ്ടത്, അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്വിച്ചായി മാറും. പിന്നെ ഈ ലൈവിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കി വെക്കാം. അപ്പം ലൈവിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതാക്കിയത്. അപ്പോൾ ലൈവിൽ വെച്ച് വെക്കുമ്പം കുറച്ചൊരു മിഡ് ടോണ് നമുക്ക് അധികമായിട്ട് വരുന്നുണ്ട്. മിഡ് ടോൺ ഇത് ലൈവ് അവരെ ഉദ്ദേശിക്കുന്നത് മൈക്രോഫോൺ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് ഈ ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മിഡ് ടോണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് മോണിറ്റർ ഓപ്ഷനിൽ ഒന്ന് വെച്ച് നോക്കിയേക്കാം. മോണിറ്റർ ഓപ്ഷനിൽ ഇങ്ങനെ നമുക്ക് ടോൺ എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ മോണിറ്റർ സെക്ഷനിൽ വരുമ്പം ഹൈസ് ഒന്ന് കുറച്ച് കുറയുന്നുണ്ട്. ഹൈസ് ഉണ്ട്, എന്നാലും ഹൈസിൻ്റെ ലെവൽ കുറവാണ്. അതേപോലെ ലോൻ്റെ ഒരു ബേസ് ലെവലും കുറവാണ്. മോണിറ്റർ സെക്ഷനിലേക്ക് വെക്കുമ്പം ഒരു ലോ മിഡ് അല്ലെങ്കിൽ ഹൈ മിഡ് ടൈപ്പ് ഒരു ടോണാണ് ഇതിൽ വരുന്നത്. ലൈവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈവിൽ നേരത്തെ വെക്കുമ്പം മിഡിന് കുറച്ച് അധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് മാത്രം. മിഡ് സ്വല്പം കൂടി വരുന്നുണ്ട് മാത്രം ലൈവിലേക്ക് വരുമ്പോൾ. പക്ഷേ അതിൻ്റെ അകത്ത് ബാസും ട്രിബിളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മിഡിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് മാത്രം. പക്ഷേ മോണിറ്ററിൽ വരുമ്പം ബാസ് തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ലോ മിഡ് ടൈപ്പ് ടോണാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്നത്. മോണിറ്ററിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ
ലോ മിഡ് വരുന്നുണ്ട്. അതേപോലെ ഹൈസിൻ്റെ ലെവലും കുറച്ച് കുറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സബിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ടോണാണ് വരാൻ പോകുന്നത്. അപ്പം സബിലിടുമ്പം ബേസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ബേസ് മൊത്തത്തിൽ കട്ടായി പോകുന്നതാണ്. അപ്പം അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. സബ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ് ഊഫറെ പ്രത്യേകിച്ച് മാക്കിൻ്റെ തന്നെ തം സീരീസ് സബിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതാകുമ്പം കുറച്ച് സബ് മോഡിലേക്ക് വരുമ്പം നമ്മുടെ ഈ മിക്സ് ഔട്ട് ഔട്ട് എടുത്തിട്ട് സബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തം സീരീസിൻ്റെ 18 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു നല്ലൊരു ബേസ് ടോണ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസ് ടോണ് കിട്ടുമ്പോൾ അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തു നിന്നുള്ള ബേസ് ടോണ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ആയിട്ട് പോവാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു പഴയ ഓൺ സ്പീക്കേഴ്സ് എന്നൊക്കെ വരുന്ന ടോണ് മാതിരിയാണ് ഇതിൻ്റെ അകത്ത് തോന്നുന്നത്. തീരെ ഒരു പട്ടക്കടിക്കുന്ന മറ്റേ ഒരു ശബ്ദമായിട്ട് തോന്നും. അപ്പോൾ തീരെ ബേസ് ഇതിൻ്റെ അകത്ത് തീരെ ഉണ്ടാവില്ല. ബേസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു സ്പീക്കർ മോഡിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു SM57 ആണ്. അപ്പോൾ SM57 നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഡയറക്റ്റ് അപ്പം ഇവിടെ ഒരു മിക്സർ വെച്ചിട്ടുണ്ട്, ചെറിയൊരു യമഹേൻ്റെ മിക്സർ ഞാൻ വെച്ചിട്ടുണ്ട്. MG06 എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സറാണ്. ഈ മിക്സർ ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് വെച്ച് നോക്കിയിട്ട് എങ്ങനെ വർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് അതിനുശേഷം മിക്സർ ഉപയോഗിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഡയറക്റ്റ് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. SM57 ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേമാതിരി സ്പീക്കർ മോഡ് ഞാൻ ഈ പറഞ്ഞ നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞ സ്പീക്കർ മോഡിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ സ്പീക്കർ മോഡ് മാറ്റി അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു 12 o'clock ലെവൽ വെക്കുകയാണ്. അപ്പോൾ സൗണ്ട് വെച്ച് ടെസ്റ്റ് ഹലോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം. ഗെയിന് സ്വല്പം കൂടി ഒന്ന് ഞാൻ കുറച്ചും കൂടി ഒരു കൂടുതൽ വെക്കുന്നുണ്ട്. ഒരു 75% വെച്ച് വെക്കുകയാണ്. ഡയറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 75% വെക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് മൈക്ക് എന്നുള്ളതും ലൈൻ എന്നുള്ളതും നമുക്ക് കാണാം. അപ്പോൾ ലൈൻ ഇൻപുട്ടാണ് നമുക്ക് ശരിക്കും ഇത്ര വെച്ചാൽ മതി. മൈക്കാണെങ്കിൽ മിനിമം ഇത്ര വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡയറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് വെച്ച് നോക്കിയിട്ട് ഈ മ്യൂസിക് മോഡിൽ വെച്ചിട്ട് നമുക്കത് മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എങ്ങനെ ടോൺ എന്നുള്ളത്. അപ്പോൾ ഞാനത് സ്പീക്കറിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടോൺ എങ്ങനെയാണെന്നുള്ളത്. ടെസ്റ്റ് 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 ഹലോ ഹലോ ടെസ്റ്റ് ടെസ്റ്റ് ഹലോ ടെസ്റ്റ് 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 ടെസ്റ്റ്. അപ്പം ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബാസ് ഫ്രീക്വൻസി മാതിരി വരുന്നുണ്ട്. അപ്പം ഒരു ഹൈ മിഡ് ഹൈസ് കുറച്ച് കുറവാണ്. നല്ലൊരു ഹൈ മിഡ് ലോ മിഡ് ലെവലും കുറച്ചൊരു ബേസ് ടോണാണ് ഇതിൻ്റെ അകത്ത്. ഈ ഒരു സ്പീക്കർ മോഡിൽ നമുക്ക് വെക്കുമ്പം ഒരു ആ ഒരു ടോണാണ് വരുന്നത്.
ഇനി നമുക്ക് ലൈവ് മോഡിൽ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ടെസ്റ്റ് ഹൾ ടെസ്റ്റ് ഹൾ ടെസ്റ്റ് ഹൾ ഹൾ ടെസ്റ്റ് മൈക്ക് ടെസ്റ്റ് ഹൾ ടെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ലൈവ് മോഡിലാണ്. അപ്പോൾ ലൈവ് മോഡിൽ ഈ പറഞ്ഞ മാതിരി നേരത്തെ തന്നെ കൊണ്ട് ഒരു ഹൈസ് എക്സ്ട്രാ വരുന്നുണ്ട് ലൈവ് മോഡാകുമ്പോൾ. അപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ ഒരു മിക്സർ ഇല്ലാണ്ട് തന്നെ മൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു മൈക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ടോണ് വലിയൊരു ഹൈഫൈ ടോണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ടോൺ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാർക്ക് കൊടുക്കുക, ഒരു സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു 5 സ്റ്റാർ റേറ്റിംഗിൽ, ടോട്ടൽ 5 സ്റ്റാർ റേറ്റിങ്ങിലാണെങ്കിൽ 5 സ്റ്റാറിൽ നമുക്കൊരു 2.5 അല്ലെങ്കിൽ ഒരു 3 മാക്സിമം ആർഭാടൊക്കെയുള്ള ഒരു 3 സ്റ്റാർ വരെ കൊടുക്കാൻ പറ്റിയ ഒരു ടോണാണ് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു. ഇനിയിപ്പം നമുക്കൊന്ന് മിക്സർ വഴി ഒന്ന് കൊടുത്തു നോക്കാം. മിക്സർ വഴി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിപ്പം മിക്സറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും സ്പീക്കർ മോഡ് 9 ലൈവ് ആ മോഡിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി ഇതിലേക്ക് മിക്സറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മിക്സറിന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടോണ് കാര്യങ്ങളെന്നൊക്കെ. ടെസ്റ്റ് ഹൾ ടെസ്റ്റ് ഹൾ ടെസ്റ്റ് ഹൾ ടെസ്റ്റ് ഹൾ ടെസ്റ്റ് ഹൾ ഹൾ ടെസ്റ്റ് ഹൾ മൈക്ക് ടെസ്റ്റ് ഹൾ ടെസ്റ്റ്. അപ്പം നമ്മൾ മിക്സർ വെച്ചപ്പോൾ അതിൻ്റേതായ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പം മിക്സർ വെച്ച് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുക മിക്സർ വെച്ച് വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. മറ്റേത് ഡയറക്റ്റ് നമുക്ക് വർക്ക് ചെയ്യാം. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു മ്യൂസിക് പ്ലേ ബാക്കിനൊക്കെ പറ്റിയതാണ്. മ്യൂസിക് പ്ലേ ബാക്ക് നമുക്കൊരു പ്ലേ ബാക്ക് വെക്കാൻ ഡയറക്റ്റ് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മൈക്ക് ഡയറക്റ്റ് കൊടുത്ത് വർക്ക് ചെയ്യുന്നതിനോട് എനിക്കിപ്പോൾ വലിയൊരു അഭിപ്രായമില്ല. ഒരു തീരെ സുഖമില്ലാത്തൊരു വർക്കിംഗ് മാതിരിയാണ്. കാരണം ഒന്നത് വോളിയം അത്ര നമ്മൾ വിചാരിച്ച അത്ര വോളിയം ഇതിൽ നിന്ന് തീരെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്ര കാരണം ഞാൻ മുമ്പ് എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു JBLൻ്റെ ഒരു സ്പീക്കറുണ്ട്. അത് 12 ഇഞ്ച് സ്പീക്കറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് വേറൊരു ഗുണമുള്ളത്, ഞാൻ അത് മിക്സർ ഉപയോഗിക്കാണ്ടാണ് മൈക്കൊക്കെ ഡയറക്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് നല്ല വോളിയം കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിന് ഞാൻ പ്രതീക്ഷിച്ചത്ര വോളിയം ഒന്നും മൈക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇത് മൈക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മിക്സർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രിയാമ്പ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ഒരു മിക്സർ വഴി തന്നെ ഒന്ന് ഒരു പ്ലേ ബാക്ക് ചെയ്ത് വെക്കാം, ഒരു മ്യൂസിക് പ്ലേ ബാക്ക് ചെയ്ത് വെക്കാം. അപ്പം ഇതിൽ സ്റ്റീരിയോ ഇൻപുട്ട് വഴിയാണ് ഞാൻ കൊടുക്കുന്നത്. മിക്സറിന് സ്റ്റീരിയോ ഇൻപുട്ട് വഴിയാണ്. ഇതിൽ സ്റ്റീരിയോ ഇൻപുട്ടിൽ 516 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. 516 അപ്പം ഇതിൽ ലെവല് മാത്രമേ ഉള്ളൂ, EQ സെക്ഷനൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ EQ സെക്ഷനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ അതിൻ്റെ അകത്ത്. അപ്പം ജസ്റ്റ് വോളിയം കൺട്രോളർ മാത്രമേ അതിൻ്റെ അകത്ത് നമ്മൾ ഉള്ളൂ 516. അപ്പോൾ ഈ കൺസോളിൽ ആണ് ചെറിയ കൺസോളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ 1 and 2 XLR ജാക്കിൽ മാത്രമേ EQ സെറ്റപ്പ് ഉള്ളൂ. മറ്റേ രണ്ട് സ്റ്റീരിയോ ഇൻപുട്ടുണ്ട്. സ്റ്റീരിയോ ഇൻപുട്ടിന് വോളിയം കൺട്രോളർ മാത്രം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആ സ്റ്റീരിയോ ഇൻപുട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. വോളിയം കൺട്രോളറാണ്, EQ ഒന്നും കൊടുക്കുന്നില്ല.
അപ്പോൾ നേരത്തെ വെച്ചതിൽ നിന്ന് നമ്മൾ യാതൊരു വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, അതേ സെറ്റപ്പ്സ് തന്നെയാണ്, അതേ മോഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ സ്പീക്കർ സെറ്റപ്പ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വോളിയം മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വോളിയം നമ്മൾ ലൈൻ എന്നുള്ള ലെവലിൽ മാത്രമാണ് ഇപ്പോൾ വെക്കുന്നത്, 12 o'clock ലെവലിൽ വെക്കുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒക്കെ. വലിയ മോശമില്ലാത്തൊരു വർക്കിംഗ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്, സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. മോണിറ്ററായിട്ട് ഉപയോഗിക്കാം, FOH സ്പീക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പല റിവ്യൂസിലും ഞാൻ വായിച്ചതുപോലെ ഹാർഡ് തമ്പിങ് ബേസ് ഉണ്ട് എന്നൊക്കെയാണ് പല റിവ്യൂസിലും ഞാൻ വായിച്ചിട്ടുള്ളത്. അത് കണ്ടിട്ടാണ് ഞാനിത് മേടിക്കാനുള്ള പ്രധാന കാരണം അതും കൂടിയാണ്. പക്ഷേ റിവ്യൂസിൽ കണ്ടതുപോലെ അത്ര വലിയൊരു ഹാർഡ് തമ്പിങ് ബേസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്ര തോന്നിയിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്കൊരു അത്യാവശ്യം ഒരു പരിപാടിക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. പിന്നെ ക്വാളിറ്റിയും വലിയൊരു മോശമില്ല എന്ന് പറയാം. അത്ര വലിയ ഇത് ഹൈ ലെവൽ ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. എന്നാലും വലിയ മോശമില്ലാത്തൊരു ക്വാളിറ്റി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏതാണ്ട് 32,000 ആണ്. 32,000 ഇന്ത്യൻ റുപ്പിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിന് വേണ്ട ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് ക്വാളിറ്റി അത് കാണിക്കുന്നുണ്ട്. അപ്പം വലിയൊരു മോശമില്ലാത്തൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഞാൻ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് വേറൊരു 2 സ്പീക്കേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് യമഹേൻ്റെ DBR10 പിന്നെ പ്രിസോണസിൻ്റെ Air 10 ഉണ്ട്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അത്ര വലിയൊരു കമ്പാരിസണിൽ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ക്വാളിറ്റി പ്രിസോണസിൻ്റെ Air 10 ആയിട്ടോ അല്ലെങ്കിൽ DBR10 വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഹൈസിൻ്റെ അത്ര വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും വലിയൊരു മോശമില്ലാത്ത വർക്കിംഗ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. ഇത് പുതിയ ആൾക്കാരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.